ആ വർഷം പെയ്തിറങ്ങിയ മഴയിൽ ആ കുടിലിൻ്റെ ഒരു വശം ചരിഞ്ഞു വീണു. നല്ലവരായ നാട്ടുകാരിൽ ചിലരെല്ലാം ചേർന്ന് മുളങ്കോലും പട്ടികക്കഷ്ണങ്ങളും കൊണ്ട് അതിനെ താങ്ങി നിർത്തി. എങ്കിലും അതിനു കീഴെ തലചായ്ക്കാൻ മൂവരും ഭയപ്പെട്ടു. മണ്ണെണ്ണത്തിരിയിട്ട വിളക്കിൻ്റെ പ്രകാശത്തിൽ ആ കുടുംബം കോരിച്ചൊരിയുന്ന മഴയത്ത് ഒരു മൂലയിൽ ഒതുങ്ങി. അമ്മയ്ക്ക് സുഖമില്ലായ്മ വളരെ കൂടുതലായത് ആ വർഷം മുതലായിരുന്നു. ആ ഇടയ്ക്കായിരുന്നു ആവണി ഋതുമതിയായത്. അത് എന്താണെന്ന് അവൾക്കറിഞ്ഞിരുന്നില്ല. ദാമോദരൻ ചേട്ടൻ്റെ പത്നി മാളുവമ്മ പറഞ്ഞാണ് അവളത് അറിഞ്ഞത്. അമ്മയുടെ നിർദ്ദേശപ്രകാരം 7 ദിവസം അവൾ ജോലിയെടുക്കാൻ പോയില്ല. അനുജൻ മാരിവേൽ തൻ്റെ അക്കയുടെ കൂടെ നിന്ന് എല്ലാ ജോലികളും നിർവഹിച്ചു. അമ്മയ്ക്കും അമ്മാവുക്കും അവൻ ചോറും കറികളും വെച്ചു കൊടുത്തു. തൻ്റെ അക്കയ്ക്ക് എന്തോ സുഖമില്ലാഴികയാണെന്ന് അവന് മനസ്സിലായി. ആവണി തൻ്റെ അനുജൻ്റെ ഭാവിയെക്കുറിച്ച് ആലോചിച്ചു. തൻ്റെ ഭാവിയോ പോയി, എന്നാൽ ഇവനെയെങ്കിലും പഠിപ്പിക്കണ്ടേ? ഓർമ്മ വെച്ച നാൾ മുതൽ തൻ്റെ നിഴലായി കൂടെ നടന്ന് തനിക്കു വേണ്ടി ജീവിക്കുന്നവൻ. അവൻ്റെ ഭാവി തൻ്റെ കൈകളിൽ സുരക്ഷിതമായിരിക്കണം. ദാമോദരൻ ചേട്ടനോട് അവൾ ആ രഹസ്യം പങ്കുവച്ചു. ചേട്ടാ, എനിക്കൊരു കാര്യം ചൊല്ലാനുണ്ടായിരുന്നു. തൻ്റെ പേരക്കുട്ടിയുടെ പ്രായമുള്ള ആവണിയെ അദ്ദേഹത്തിന് വലിയ കാര്യമാണ്. ആഗ്രഹം ചോദിച്ചറിഞ്ഞ അദ്ദേഹവും അതിനോട് യോജിച്ചു. അതിനെന്താ കൊച്ചേ, നമുക്കവനെ അടുത്ത വർഷം സ്കൂളിൽ ചേർക്കാം. അതിനു വേണ്ടത് എന്തൊക്കെയാണെന്ന് ചേട്ടൻ എന്നോട് ചൊല്ലണം.